ഹായ് ഫ്രണ്ട്സ്, കണ്ണൻ ലച്ചൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. കണ്ണ ഹാപ്പി വിഷു പറയേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. ഹാപ്പി വിഷു. അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുക. നിങ്ങൾ കമോൺ. ഇതാണ് നമ്മുടെ അമ്പലം. കാലത്ത് തന്നെ എല്ലാവരും വിഷുക്കണി കണ്ടുപോയി. അതാ നേരം വൈകിടാ. ചെരുപ്പൂര് ചെരുപ്പൂര്. ലച്ചൂസേ വീട്ടിൽ കഴിക്കുന്ന കാലത്ത് ഇഡ്ഡലി സാമ്പാർ, ഇന്ന് കാലത്തത്തെ ഇഡ്ഡലി സാമ്പാർ. ലച്ചു ബേബി വീണ്ടും ചാമ്പയ്ക്ക് ഉപ്പും മുളക് പൊടി ഇട്ട് വെച്ചേക്കാണ്. അപ്പം എല്ലാവരെയൊക്കെ വിഷു അടിച്ചു പൊളിച്ചോന്ന് ചോദിക്കും. ഹാപ്പി വിഷു ഒക്കെ കഴിഞ്ഞു, ഇനി വിഷു അടിച്ചു പൊളിച്ചോന്ന് ചോദിച്ച് എല്ലാവരും വിഷു അടിച്ചു പൊളിച്ചോന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ മരം മുറിയാണ്, മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കട്ട് മരം മുറിക്കണ. ഈ മാവ് ഇങ്ങനെ മുറിക്കാൻ പോവാ. ഇതൊക്കെ നിറയെ മാവലയാണ്. മരം കഴിഞ്ഞു. അച്ചമ്മ ചക്ക വെട്ട് അച്ചമ്മ ചക്ക വെട്ടി കൊടുക്കണു. പേരക്കുട്ടികൾ ഇരുന്ന് മണക്കാൻ കഴിക്കണു. ഇനിയുണ്ട് ചക്ക. ഓ സൂപ്പറാന്ന്. മരം മുറിക്കലും കഴിഞ്ഞു. അതാ ഇപ്പൊ ചക്ക തീറ്റിയായി. അടുത്തത് ഇനി അടുത്ത എന്താ ചെയ്യണേന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യണവര്. നമ്മുടെ അമ്പലത്തിൻ്റെ പണികൾ, പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പരിപാടികൾക്കുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതാ സർപ്പക്കാവിൻ്റെ വർക്കുകൾ നടക്കുന്നു. അതുപോലെ തന്നെ അമ്പലത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ലാബും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ മാസം ലാസ്റ്റോടു കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുനഃപ്രതിഷ്ഠ ദിനം. അങ്ങനെ നമ്മുടെ അമ്പലം പുതിയ രീതിയിലും ശക്തിയിലും നല്ല ഇതിൽ വരികയാണ്. ഇവിടെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ മാറ്റി ഇവിടെയൊക്കെ ഭഗവതി തറയും കാര്യങ്ങളൊക്കെ ആക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇവരിവിടെ കളിക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, കളിച്ചിരിക്കുകയാണ്.
അവരുടെ മിഠായി അപ്പൂച്ചേട്ടൻ കാണാതാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ യൂട്യൂബ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ ഇടുക. നല്ലൊരു വിശേഷമായിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്തൊരു വിശേഷമായിട്ട് വരുന്ന. ബൈ ബൈ.